നന്ദേട്ടനെ ഞാൻ എത്ര വിളിച്ചു? ഇവിടെ വന്നിരിക്കുകയാണോ? ഗായത്രി മേനോൻ കേസ് അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആണോ? ഞാൻ എന്തെങ്കിലും ലോ പോയിന്റ് പറഞ്ഞിരുന്നോ? എന്ത് പറ്റി നന്ദേട്ടാ? ഒന്നുമില്ല. വല്ലാത്ത ടെൻഷൻ ഉള്ളതുപോലെ. ആലോചിച്ച മതി, വന്ന് കിടക്ക്. നീ കിടന്നോ, എനിക്ക് ഉറക്കം വരുന്നില്ല. എന്നാ ആലോചിച്ചോളൂ, ഞാനൊരു ശല്യമാവുന്നില്ല. കേസ് തലേ കയറിയ പിന്നെ അവൻ അങ്ങനെ എന്ത് ചെയ്യാനാ? കൂടുതലൊന്നും പറയാതെ മോളിങ്ങി പോന്നത് നന്നായി. കുത്തി കുത്തി ചോദിച്ചാൽ കടിച്ചു കയറി തിന്നാൻ വരും. ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോ. ആ, ഇത് ഏതാണ്ട് വലിയ കൊലക്കേസ് ഏതാണ്ടാ. അതാ മോൾ പോയി കിടന്ന് ഉറങ്ങിക്കോ, അവൻ വന്നോളും. നന്ദേട്ടാ, ക്ലോക്കിൽ രണ്ടടിക്കുമ്പോഴും ഞാൻ ഉണർന്നു നടക്കായിരുന്നു. നന്ദേട്ടൻ എന്താ ഇവിടെ നിന്ന് കിടന്നിളഞ്ഞത്? എവിടെങ്കിലും കിടന്നാ പോരെ? ഇന്നലെ രാത്രിയിലത്തെ മൂഡ് മാറിയില്ലെന്ന് തോന്നുന്നു. ചായ കുടിക്കേ? അവിടെ വെച്ചേക്ക്. നന്ദേട്ടൻ എന്തു പറ്റി? എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ തുറന്നു പറയണം. ഈ അവഗണന എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇല്ലല്ലോ, എറണാകുളത്ത് പോയിരിക്കുക. എപ്പോ വരും? നാളെ വരും. ഹലോ, അമ്മയ്ക്ക് ഫോൺ കൊടുക്ക. നന്ദേട്ടാ, ഇത് ഞാനാ, ആതിര. അമ്മയ്ക്ക് ഫോൺ കൊടുക്കാൻ. ആരാ മോളെ? അമ്മയ്ക്ക് ഫോൺ. ഹലോ, നന്ദന. അവളോട് കുറച്ചു ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറ. ഞാൻ വിളിച്ചിട്ട് വന്നാ മതി. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? എന്താ കാര്യം? അമ്മ ഞാൻ പറഞ്ഞത് കേട്ടാ മതി. എന്താ അമ്മേ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായോ? ഇല്ല. അവന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. നന്ദേട്ടൻ എന്താ അമ്മേ പറഞ്ഞത്? നീ കുറച്ചു ദിവസം നിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ. അവൻ വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നാ മതിയെന്ന്. നിനക്കെന്ത് പറ്റി? അവള് പോയില്ലേ? ഇല്ല. കാര്യമറിയാതെ അവളെ പറഞ്ഞു വിടുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. ഒരു രാത്രി കൊണ്ട് ഇവിടെ എന്താ ഉണ്ടായേ? അമ്മ അത് അറിയണ്ട. അമ്മയ്ക്കറിയണം. വീട്ടിൽ പറഞ്ഞു വിടാൻ മാത്രം എന്ത് തെറ്റാ അവള് ചെയ്തത്? അവള് ചീത്തയമ്മേ. കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ ഞാൻ അമ്മയോട് ചോദിച്ചില്ലേ നമുക്ക് തെറ്റുപറ്റിയോ? തെറ്റുപറ്റിയെന്ന് ഇപ്പൊ ബോധ്യമായി. അവളും ഭാനും കൂടെ എന്നെ പറ്റിക്കായിരുന്നു. നിന്നോട് ഇതൊക്കെ ആര് പറഞ്ഞു? എന്റെ കൈ തെളിവുണ്ട്. അവക്ക് പോലും നിഷേധിക്കാൻ ഒക്കാത്ത തെളിവ്. അവളിപ്പൊ നിന്റെ ഭാര്യ മാത്രമല്ല, നിന്റെ കുഞ്ഞിന്റെ അമ്മ കൂടെയാണ്. ശരിക്കും ആലോചിച്ചിട്ട് വേണം പറയാൻ. ഞാൻ ഒത്തിരി ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണ്. ഇനി അവൾ ഇവിടെ നിന്നാ എനിക്ക് ഭ്രാന്ത് പിടിക്കും.
പറഞ്ഞതൊക്കെ കേട്ടില്ലേ? ഇനി കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ട് നാക്കിയെ പോകുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. മോളെ, ഞാൻ കാരണം നന്ദേട്ടന് ഭ്രാന്ത് പിടിക്കണ്ട. എന്നെ പിടിച്ച് പുറത്താക്കുന്നതിന് മുൻപ് ഞാൻ സ്വയം പൊയ്ക്കോളാം. പോട്ടെ അമ്മേ. അവളോട് പോകരുതെന്ന് പറഞ്ഞു. മോളെ, ഇല്ലമ്മേ, നന്ദേട്ടൻ നിൽക്കരുതെന്ന് പറഞ്ഞ വീട്ടിൽ പിന്നെ എനിക്കെന്താ സ്ഥാനം? താനെന്തിനാ കൊണ്ട് വന്നേ? നാളെ കേസല്ലേ? സാറ് വരാൻ പറഞ്ഞവര് ആഫീസിൽ വന്ന് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അവരോട് പൊക്കോളാൻ പറ. ഞാൻ കേസിന് ഹാജരാവുന്നില്ല. എന്താ സാർ? മണ്ണാൻ കേട്ട, മനസ്സിലായോ? നാളെ അവധിക്ക് അപേക്ഷ കൊടുക്കാൻ പറ. ഓ, അയ്യോ, മോളല്ലേ? ഇവളെന്താ ഈ നേരത്ത്? നീ എന്താ മോളെ ഈ നേരത്ത്? നന്ദൻ വന്നില്ലേ?